കാര്യമുണ്ടൊന്നും അല്ല പോയി. പിന്നെ വോട്ടർമാർ റബ്ബറുള്ള പറഞ്ഞാൽ സ്ഥലത്ത് പിന്നെ ഏതാ വരുന്നത്? ട്രെൻഡാണ് കോക്രോച്ച് പാർട്ടി. പക്ഷെ ഇവനെ തല്ലിക്കൊല്ലാൻ പാടില്ല കേട്ടോ, തല്ലിക്കൊല്ലരുത്. സൈക്കോ അജി. ആയിരക്കണക്കിന് സാധനം ഇത് അരച്ച് അത് കീറുന്നത്. തന്നെ കരിവുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി CJP കരിവുണ്ടോ? വെറൈറ്റി കണ്ടന്റാ. അതായത് ഈ കണ്ടന്റ് പാറ്റകൾ. നിങ്ങൾ കണ്ടിട്ട് ചിരിക്കരുത്. പാറ്റ മാത്രമല്ല, കോക്രോച്ച് കോക്രോച്ച് പാറ്റ ഭയങ്കര ട്രെൻഡാണല്ലോ. കോക്രോച്ച് പാർട്ടി. കോക്രോച്ച് ജനതാ പാർട്ടി CJP. അതിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്നും പറയാനില്ല. സുനീറൊക്കെ അതിന്റെ പ്രൈം മെമ്പറാ. ആയിരത്തിനകത്തോളം മെമ്പറാ കേരളത്തിലല്ലേ, കേരളത്തില്. കേരളത്തില് കേട്ടോ. വിജയ് ജയിച്ചപ്പോഴത്തേക്ക് ഇയാൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നേരത്തെ മറ്റേ പാർട്ടിയുടെ ഒക്കെ തുടങ്ങി വെച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഒഫീഷ്യൽ അല്ലാത്തൊരു സാധനം ചെയ്യാൻ പറ്റൂലെന്ന്. കേട്ടോ, ഓരോന്ന് പുറത്ത് വരുന്നുണ്ട്. അതെ അതെ ആ അതെ. ഫേക്ക് അക്കൗണ്ട് അല്ല ഇയാടെയാ. അപ്പോ മഴക്കാലത്തെ ക്ഷുദ്രജീവികൾ എല്ലാം മഴക്കാലം വെച്ചിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഈ ഇതേ ഈ ഈ കണ്ടന്റ് മുഴുവൻ മഴക്കാലം. മിക്കവാറും വെയിലാവും ഇടുമ്പോഴത്തേക്ക്. ഈ സാധാരണ ഈ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈച്ച വന്നിരിക്കുകയെന്നാണ് Yes. പൊതുവില്. Yes. ഈ മഴക്കാലത്താകുമ്പോൾ ഇതെല്ലാം കൂടി എന്തുകൊണ്ടാണ് എല്ലാവരുടെ വീട്ടിലുള്ള പ്രശ്നം? ഇരച്ച് കയറി വീട്ടിലോട്ട് വരും. അപ്പൊ ആദ്യം ഇതൊന്ന് പറഞ്ഞേ, ഹിൻട്രോ എന്ന് പറഞ്ഞേ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ. ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈ. നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഇടയ്ക്ക് കയറി പറയും കേട്ടോ. ഇടയ്ക്ക് ഞാൻ പറയാൻ പറ്റില്ലെന്ന് പറയും. അയാളാ സന്തോഷം കേട്ടാ നിങ്ങളൊരു ചാൻസ് കൊടുത്തപ്പോഴത്തേക്ക്. സുനിയറെ, ഭയങ്കര ഫോമിലാണ്. ഈ വീഡിയോയില് വീട്ടില് ഈച്ച ഈ സമയത്തുള്ളൊരു കമന്റ് ചെയ്യണം. കമന്റിന്റെ കാണുന്നവരെല്ലാരും അല്ല ഭയങ്കര ശല്യമുണ്ട് അല്ലേ എല്ലായിടത്തും. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഈ സാധനങ്ങളൊക്കെ സാധനം വീഴുമ്പോഴാണല്ലോ ഇത് വരുന്നത്. അതെ, ഇത് എവിടെ പോയാലും ഇതുണ്ട്. എത്ര ഡെറ്റോൾ ഇട്ട് ക്ലീൻ ചെയ്താലും ഈ സാധനം അതിന്റെ മുകളിൽ വന്നിരിക്കും. പഞ്ചസാര, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന എന്തും ആയിക്കോട്ടെ, പഴവർഗ്ഗങ്ങളിൽപ്പെട്ട ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഇതിൻ്റെ മേളിൽ മണ്ട് വന്നിരിക്കും ഈച്ച. ഇപ്പം അങ്ങനൊന്നുമില്ല, ഇപ്പം മിറ്റത്തടക്കം ഇരിക്കുക. ഇത് മറ്റേ 2 ടൈപ്പ് ഉണ്ട്. മറ്റേതില്ല അല്ല അടിച്ചാൽ കിട്ടാത്ത രണ്ടിനെയും കിട്ടൂല. എന്നാലും മറ്റേ സാധനം ഉണ്ടല്ലോ ചെറുത് അടിച്ചാ കിട്ടുന്നത് കൊതുക്, ഇരീച്ച. ഇല്ല മറ്റേ ചെറിയ സാധനം ഇല്ല ഇവിടെ. നമ്മളൊക്കെ ഈ കുരുട്ടീച്ച എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെയുണ്ടോ? നമ്മളവിടെ ഒറ്റ സാധനമേ ഉള്ളൂ. ചെറുത്. ആണോ? അതെ, കണ്ണാടി വെച്ച് നോക്കിയാലേ നിങ്ങൾക്ക് വേണം പഴയ ഈച്ച. അത് പഴയ ഈച്ച, പഴത്തേല് വന്നിരിക്കുന്നത്. അത് സെപ്പറേറ്റ് ഉണ്ട്. ശരിയാ. ഞാൻ അല്ലാതെ ആണോ? ചെറുതായുണ്ട്. മലയാള ഭാഷ അത് ഇങ്ങോട്ട് ആലപ്പുഴ എന്നുള്ള പോലെ അച്ചടി ഭാഷയിൽ കുരുട്ടീച്ച. നിങ്ങൾ എന്തോ ഒരു സാധനം നേരത്തെ പറഞ്ഞല്ലോ, ഏതാ ഇതിന്റെ കൂട്ടത്തിൽ വരുന്ന പഴയ ഈച്ച? അതല്ല മറ്റേ കുരുടാനോ എന്തൊരു സാധനം, ഏതാ? അത് ഇവിടെ പറയുന്നത്. വേറൊരു സാധനം പേര് പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞു നല്ല സാധനം പറയാൻ പറഞ്ഞു മനസ്സിലാവുന്ന, ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ജീവി ഇയാൾ പറഞ്ഞില്ലേ. അതേത് സാധനം? അത് ഓട്ടറുമ. അതെന്നാച്ചാല് ഈ വെളിച്ചം, അതായത് വരുമ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ അരിച്ചകത്തോട്ട് കയറും ഡോറെ കൂടെയൊക്കെ. കൂടുതലും അത് റബ്ബറുള്ള സ്ഥലങ്ങളില് ഈ സാധനം കാര്യവണ്ടൊന്നും അല്ല പോയി. ആയിരക്കണക്കിന് സാധനം ഇത് അരച്ച് കയറുന്നത്. കരിവണ്ടോ? അതല്ലേ നിങ്ങൾ കൂടെ വെക്കണോ? തേങ്ങയുണ്ട് അല്ലാന്നുള്ള മനസ്സിലായി. അതാ വിട്ടാത്ത റബ്ബറുള്ള ഏരിയയിലെ അത് ഓട്ടറുമ. അതിന്റെ പേരാണ് ഓട്ടറുമ. വിജയകുമാർ ചേട്ടൻ പറയട്ടെ. വിജയകുമാർ വിളാത്തൂർ ചേട്ടൻ പറയട്ടെ. വിജയേട്ടൻ ഇടയ്ക്ക് നമ്മുടെ ഒരു വീഡിയോ എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വിജയേട്ടാ, ഇത് നിങ്ങളുടെ ഐറ്റമാ, നിങ്ങൾക്ക് ആറാനുള്ള സാധനം ഞങ്ങൾ വിട്ടു തരുവാ. ഓട്ടറുമ കേട്ടല്ലോ. ഒന്ന് ഓട്ടറുമ പുള്ളി ചെയ്തിട്ടുണ്ടോ എന്റെ വിശ്വാസം. അപ്പൊ നമ്മൾ ഈച്ചയിലോട്ട് വരാം. ഈച്ച ഒഴിവാക്കാനായിട്ടുള്ള ഒരു മാർഗം നിങ്ങൾ പറയാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ മാർഗം ഈച്ച ഒഴിവാക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് ഇടുക. അത് വിടപ്പ, അത് വിട്. വൃത്തിയുള്ള കേസിലാണ് ഇത് നേരത്തെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. വൃത്തിയില്ലാത്ത കേസല്ല. തനിക്ക് അറിയാമെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പറയാതെ ഉള്ള കാര്യം പറ. ബാറ്റ് മേടിച്ചു വെക്കാം. അതൊരു നല്ല സാധനമാണ്. കൊതുകിനെ കൊല്ലാണ് കൊതുക് ബാറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈച്ച ബാറ്റ് ഇപ്പൊ ഈച്ചക്ക് അടിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ബേക്കറി ചെന്നപ്പോഴത്തേക്ക് പുള്ളി ഈച്ച ക്രിക്കറ്റ് സച്ചിൻ ബാറ്റ് ചെയ്യുന്ന പോലെ അടിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒന്നുകൊണ്ട്. ഇല്ലെങ്കിൽ മറ്റേ ഇലക്ട്രിക്കൽ ലൈറ്റുകൾ ഉപയോഗിക്കാം. ഈച്ചയെ അട്രാക്ട് ചെയ്യുന്ന ബ്ലൂ കളേഴ്സ് അൾട്രാ വയലറ്റ് ലൈറ്റുകൾ ഉപയോഗിക്കാം. അത് മാത്രമല്ല, അതിനൊരു വലിയ പ്രശ്നമുണ്ട്. അതുമേ പല്ലി കയറും. ഈ മണ്ട അതിന്റെ മേളിൽ ചത്തിരിക്കും. അതെ, ഇതിന്റെ മേളിൽ പല്ലിരിക്കും. മറ്റേ ഈച്ച ബുക്കിന്റെ കാര്യമല്ലേ പറഞ്ഞത്?
ഇതിനെ മേളിൽ പല്ലി കയറിക്കും. ഒയ്യോ എൻ്റെ പൊന്നേ സഹിക്കാൻ പറ്റത്തില്ല. ഈച്ച വന്നിരിക്കുന്ന കണ്ടിട്ട് ഇത് കയറും. ഈച്ച വന്നിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം പോയി. അതിൻ്റെ മണ്ടയ്ക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഈച്ചയെ തിന്നാനായിട്ട് പല്ലി ആർത്തി പിടിച്ച് കയറി ഇതിൻ്റെ മേളിലൊട്ടും. അതോടെ അത് പേപ്പർ വേസ്റ്റ്. തമാശാണ് എന്നാലും കേട്ടോ. ഈച്ച ഇരിക്കുന്നു, ഇതിനെ പിടിക്കാൻ പല്ലി വരുന്നു. ഈ പല്ലി ഇതിൻ്റെ മേളിൽ സ്റ്റിക്കാകുമ്പോൾ നോർമലി ഇവൻ വാല് മുറിക്കുന്നു. അങ്ങനെ മുറിഞ്ഞ വാലുള്ള പല്ലിയും വാലും ഒക്കെ അതിൻ്റെ മേളിൽ വീട്ടിൽ ഇത് സംഭവിച്ചു. ആന്ന്. അതല്ലേ പറയുന്നത്. അല്ല ഞാൻ സിനിമ കളറാവും. എനിക്ക് ഈ ഇവിടുന്ന് എപ്പിസോഡ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മൊത്തം അനുഭവമായിരിക്കും. അടുത്ത സാധനം പറ. ഇത് പറയാൻ പറ്റത്തില്ലേ? ഇനി അല്ല, അടുത്ത നിലവില് ഈ നാടൻ മരുന്നുകൾ ഇതൊന്ന് നമ്മൾ കണ്ടു, ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിനകത്ത് ഈ കാണുന്നതാണ് ഇയാള് നാടൻ വരുന്ന മൊത്തത്തിൽ നാരങ്ങ, നമ്മുടെ ലെമൺ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഗ്രാമ്പു വെച്ചിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഇത് തന്നെ പിഴിഞ്ഞ് കുപ്പിക്കകത്തായിട്ട് ലെമണും ഗ്രാമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം തളിച്ചാൽ ഇത് വരൂല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. correct സാധനം. അങ്ങനെയാണെ ഞാനൊരു ഐറ്റം പറയാം. അതെ. ലെമൺ ഗ്രാസ് ഓയിൽ. ലെമൺ പുൽത്തൈലം. പുൽത്തൈലം അല്ല പുൽത്തേനെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. പുൽത്തൈലം എഫക്റ്റീവാ. പുൽത്തൈലം ചെയ്യേണ്ട പുൽത്തേന് എങ്ങനെയാണെന്ന് ഇതിന് അറിയാമോ? മാത്രമല്ല, ഈച്ചയ്ക്ക് മാത്രമല്ല, കുറെ കുറെ സാധനങ്ങൾ ജീവികൾക്ക് പുൽത്തൈലം ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ആ സ്മെല്ല് തുടയ്ക്കണം. വരുന്നു. അതായത് മോപ്പ് ചെയ്യണം. പുൽത്തൈലത്തിൽ മോപ്പ് ചെയ്താൽ ഇതിന് കുറച്ച് പിന്നെ അതുപോലെ പുകയ്ക്കുക, ഇത് ഇട്ടിട്ട് കുന്തിരിക്കാൻ പോയിക്കാണ് അല്ലേ? പുൽത്തേനെ തന്നെ ആണോ? ഇതാക്കാം. കുന്തിരിക്കാൻ എനിക്ക് തോന്നുന്നു കൊതുകിന് ഭയങ്കര എഫക്റ്റീവാ കുന്തിരിക്കാൻ പോയിച്ചാൽ. ഈ സ്മെല്ല് കുറച്ചുകൂടി ഇതൊക്കെ അകത്ത് ചെയ്യും അകറ്റിടും. ഇതിനകത്തൊക്കെ. യെസ്. പക്ഷേ എന്നാലുമേ എനിക്കിതിനകത്ത് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം ഞാൻ പറയട്ടെ. ഈച്ചബുക്ക് അതിനകത്തൊരു എഫക്റ്റീവ് സാധനം തന്നെയാണ്, സംശയം വേണ്ട. പക്ഷേ ഈച്ചബുക്ക് നമുക്ക് ഒരു ഒരു ഭയങ്കര irritation നമുക്ക് ചിലപ്പോൾ സാധനം. മാനസികമായിട്ട് അതിന് അംഗീകരിക്കാൻ പറ്റും. കാര്യം ഇത് ചത്തുപോകല്ലേ. അങ്ങനെയാണ് ഞാൻ വേറൊരു ഐറ്റം തരാം. പക്ഷെ ചാവല കാണ്ടൂടാ. കൊല്ല പക്ഷെ കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഫ്ലൈ ഔട്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം ഞാൻ തരുന്നു. ഫ്ലൈ ആയിരിക്കുന്നു ഫ്ലൈ ഔട്ട്. ഞാൻ വീട്ടിൽ മേടിച്ചാണ്. അതൊരു പൊടിയാ. 2 ഉണ്ടേ, അതിലൊരെണ്ണം ഒന്ന് പാമ്പിനെ കൊല്ലുന്നതല്ലേ? അല്ല, പാമ്പിനെ കൊല്ലുന്നില്ല. അത് ഇതിനകത്തില്ല. ഇതൊരു പൊടി. ഈ പൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തളിക്കുക. ഇതിൻ്റെ മേളിൽ ഇതൊരു പഞ്ചസാര വെള്ളം പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ മേളിൽ ഇത് വന്നിരുന്ന് അപ്പം തന്നെ ഇവൻ മറിഞ്ഞു കിടന്ന് വട്ടം കറങ്ങി ചാകും. അപ്പൊ നേരത്തെ ഇയാളെ സന്തോഷം കൊല്ലുന്നതിന് ഇയാളെ സന്തോഷം അല്ല, നേരത്തെ പറഞ്ഞത് അത് കൊല്ലുന്ന നമുക്ക് കാണുന്ന അതിന്റെ ഒരു ആ വേഷമാണ്. വളരെ സന്തോഷം അതെ, കണ്ടത് അതെ, ബോസ് ഒരു ഒന്ന് കാണിക്കണേ. സൈക്കോ മൈൻഡ്. ഇനി അല്ലാതെ ആമസോണിൽ വേറെ ഇഷ്ടംപോലെ പൊടികൾ കിട്ടും. ഇത് മേടിച്ച് വെളി വെതറുക. ഇതിന് വെളി വന്നിന്ന് ചത്തോളും. പിന്നെ വെതറിയിട്ട് ഫുഡ് ഗ്രേഡാട്ടോ ഇത്. അതായത് പെറ്റ്സിനൊന്നും പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. ഇത് രണ്ടാമത് മേടിച്ചത് വേറൊരു സാധനമാണ്, ആമസോണിൽ നിന്ന് മേടിച്ചാൽ. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അത് വെതറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ നിലത്ത് വീണ് കഴിയുമ്പോഴത്തേക്കും മറ്റേ ദ്രാവക രൂപത്തിലാവും ഈ പൊടി. പൊടി നിലത്ത് വീണ ദ്രാവക. ഇവൻ നമ്മളിപ്പോൾ തുടച്ചു എന്ന് പറഞ്ഞാൽ ആ പൊടിയിൽ ഇവൻ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇവൻ തട്ടിപ്പോവും. വേറെ ഒന്നും ചാവത്തില്ല, ഈച്ച മാത്രം തട്ടിപ്പോകത്തുള്ളൂ. ഇവൻ അവിടെ കിടന്ന് കറങ്ങുന്നൊരു കറക്കമുണ്ട്. ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങി വട്ട് പിടിച്ച് ഇവൻ തട്ടിപ്പോവും. സൈക്കോ ആച്ചി. അതെ, നിലവില് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലം, ഈ തണുപ്പാവുന്ന സമയത്താണ് ഇത് കണ്ടിന്യൂസ് വീട്ടിനകത്തേക്ക് കയറി വരുന്നതെന്ന് തോന്നുന്നുണ്ട് അല്ലേ? മഴ സമയത്ത് മഴ കൂടുതലാണ്. സമയത്ത് ഇവൻ വലിയ വിഷയമാണ്. അവിടെ വൃത്തിയൊന്നും ഒരു ഘടകമേ അല്ല. രണ്ടാമതൊരു കാര്യമായിട്ടുണ്ട്. പുതിയ വീടില്ലേ, വീട് പാല് കാച്ചിയിട്ട് ആ വീടിൻ്റെ ഉൾവശം ഇവന് ഭയങ്കര താല്പര്യമാണ്. ഒരു പെയിൻറ്റിൻ്റെ ചെറു സ്മെല്ലില്ലേ, അത് ഇവർ എത്ര സ്മെല്ലില്ലാത്ത പെയിൻ്റാന്ന് പറഞ്ഞാൽ ഇവരത് സെൻസ് ചെയ്യും. എന്നിട്ട് ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ, പുതിയ വീടിൻ്റെ അകത്ത് മുഴുവൻ ഈ ഈച്ച വന്നിരിക്കുന്നത്. പുത്തൻ വീട് പാല് കാച്ചി കഴിഞ്ഞാൽ പുതിയ വീട് കണ്ടിട്ടില്ലേ പോയി. ഇനി ശ്രദ്ധിക്കാം. ഇങ്ങനെ ഒരു വീട് പണിത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അല്ല, എന്നിട്ട് ഞാൻ- ശ്രദ്ധിച്ചിട്ടില്ല. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോകുമ്പോഴേക്ക് നിറച്ച് ഈച്ചയായിരിക്കും. ഇതിൻ്റെ എത്ര ഫ്രെയിമിൽ കൂടെ ഈച്ച പാറിപ്പറന്ന് നടന്നുണ്ടെന്ന് അറിയാമോ? ആണല്ലേ? അത് കണ്ടില്ല നമ്മളൊന്നും. അങ്ങനെയുണ്ട്. ഇത് ആൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ അതെ, ഒന്നും നിങ്ങൾ നോക്കണ്ട. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്യണം. പുതിയ ഇത് വീട് മൊത്തം comment വെച്ചവരും ആയിരിക്കും. ഈച്ച ഉള്ളവരൊക്കെ ഇനി പെയിന്റ് കമ്പനിക്കാരുണ്ടിട്ട് ഇനി തെറി വിളിക്കും. ഇനി നമ്മളിനി ഇതുകൊണ്ട് ഇനി ഇപ്പൊ ഓർഡർലെസ് പെയിന്റ് അവർ ഇറക്കുന്നുണ്ട്. അല്ല പെയിന്റർ കണ്ടിട്ട് ഞാനത് തെറി കുറ്റം വിളിക്കും. പറഞ്ഞിട്ടില്ല. നിന്നോട് ആരാ പറഞ്ഞത്? ശരി, ഈച്ച നിക്കട്ടെ. പാറ്റ ഓ നിലവിലെ ട്രെൻഡിങ്. നിലവിൽ തന്നെ ഈ പാറ്റ പാറ്റ അത് തീർക്കുന്നത്. ആദ്യം കാണത്തില്ല, വന്ന് കേറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് പോത്തില്ല. ഇതേ പാറ്റ എപ്പോഴും ഡ്രെയിനേജ് ഒരു ഐറ്റം ആണെന്ന് എനിക്ക് ഡ്രെയിനേജ് തോന്നുന്നത്. വഴി അത് കയറുന്നത്. കേറുന്നത് ഡ്രെയിനേജ്. ഇതെങ്ങനെ ഇവൻ എവിടെ രാത്രിയിലാവുമ്പോഴാണ്. ഭൂമിക്കടിയിലാണോ ഉണ്ടാവുന്നത്? ഇത് പകല അധികം വിസിബിലിറ്റി ഇല്ലല്ലോ, രാത്രിയിലാണിത്. രാത്രിയില്ല, ഇരുട്ടത്ത് ഇവൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുന്തളിച്ച് നടക്കും. ഇതേ ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ചില സമയത്ത് നമ്മൾ രാത്രി ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഡ്രൈനേജ് ഉണ്ടാവുമല്ലോ ആ. പലപ്പോൾ, അല്ലെങ്കിൽ റോഡ് സൈഡിൽ നമ്മൾ രാത്രി പോകുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് ഇത് ഇറങ്ങി വരുന്ന കാണണം. എന്തോരം കൂറ എന്നൊക്കെയാണല്ലോ ഇതിന് പൂറ, പറയുക. പൂറ, പൂറ. അത്രയും ഇത് പകൽ സമയങ്ങളിൽ ഇതിനകത്ത് ഇരിക്കും. നമ്മുടെ പിന്നെ ഈ ടോയ്ലറ്റിലൊക്കെ നേരത്തെ ഡ്രൈനേജ് മോഡൽ ഇപ്പം ഈ കോക്രോച്ച് പ്രൊട്ടക്ടറുകളുണ്ട്. ഇല്ലാത്ത സമയത്താണ് ഇത് നേരത്തെ കയറി വരുന്നത്.
ഇത് ലൈറ്റ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ചെറപറ ഓടി തിരിച്ചു പോകുന്നതും കാണാം. രാത്രി ഇഷ്ടം. ഞാൻ ഇവനെ കീച്ചാനായിട്ട് പൊതുവെ യൂസ് ചെയ്യുന്ന ഹിറ്റാ. അത് അന്നും ഇന്നും പിപ്പാഫ് ഇല്ലേ, അങ്ങനെയല്ല പിപ്പാഫ് നേരത്തെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഹിറ്റ് പാറ്റാ ഗുളിക, നാഫ്തലിൻ അല്ലേ? അതെ, നാഫ്തലിൻ ആ സാധനമായിരുന്നു. അതിങ്ങനെ സിങ്കിനകത്തിട്ട് വെച്ചേക്കുമായിരുന്നു. ഇപ്പം പക്ഷേ ഇവന് ബെസ്റ്റ് സാധനം ഹിറ്റാ. അവനിത് പറഞ്ഞു ഇവരൊക്കെ മരിക്കുന്നത് മലർന്നു കിടന്നുകൊണ്ടാണ്. രാജകീയ അന്ത്യമാണ്. സീരിയസ്ലി രാജകീയ അന്ത്യമാണ്. പാറ്റ ഉറങ്ങുന്ന എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതും വിജയേട്ടാ നിങ്ങളത് പാറ്റയെ കുറിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്നാലും നിങ്ങളത് ഇത് ചെയ്യണം. പാറ്റ ഉറങ്ങുന്നത് മലർന്നു കിടന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചിലപ്പോൾ എഴുന്നേറ്റ് ചെല്ലുമ്പോഴത്തേക്കും ഇവൻ ഇങ്ങനെ നമ്മുടെ ആ ഇതില്ലേ, ആ ബുദ്ധൻ ഇരിക്കുന്ന അവിടെ ഇല്ലേ, അവിടെ ഇങ്ങനെ പിള്ളേർ കിടക്കുന്ന പോലെ കാലൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ കിടക്കുക. എനിക്കിത് കാണുമ്പോഴല്ലോ പെരുവരലേം തരിച്ചം കയറും. അപ്പം തന്നെ ഞാൻ ഹിറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവൻ്റെ അണ്ണാക്കിലോട്ട് അങ്ങ് അടിച്ചു കൊടുക്കും. അന്നേരം ഇവൻ ഉടനെ എനർജി കിട്ടിയ പോലെ അതിൽ 2 ചാട്ടം ചാടി വീണ്ടും മലർന്ന് കിടക്കും. പക്ഷെ ആ മലർന്ന് കിടപ്പോൾ അവസാനത്തെ കിടപ്പ ചത്തു. പക്ഷെ ഇവനെ തല്ലിക്കൊല്ലാൻ പാടില്ല കേട്ടോ, തല്ലിക്കൊല്ലരുത്. ഇതിനകത്തുനിന്ന് ഒരു ചലം ചാടും. അത് ഭയങ്കര പ്രയാസമാണ്, കാണാൻ പറ്റത്തില്ല, കണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് കാര്യമായിട്ട് പറഞ്ഞോളൂ. ഇത് ചിരിക്കുന്നോ? അതെ, തല്ലിക്കൊല്ലരുത്. തല്ലിക്കൊല്ല പിന്നെ ആ ഏരിയ മുഴുവൻ വൃത്തികേടാക്കും. പല്ലി എങ്ങനെ കൊല്ല? പല്ലിയെ ഞാൻ തട്ടത്തില്ല, പല്ലി പറ്റത്തില്ല. പല്ലി പാവം ജീവി, പല്ലിയെ നമ്മൾ തുടത്തുമില്ല. പല്ലി ഈ ഈച്ചബുക്ക് വെച്ചൊന്ന് വന്ന് കയറുന്ന പാവപ്പെട്ടവൻ. ഇപ്പം ഞാൻ ഈച്ചബുക്ക് വെക്കാറുമില്ല, ഒറ്റ പ്രാവശ്യം. നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് ശല്യം ചെയ്യുന്ന ജീവികളിൽ ഒന്ന് പാറ്റ, ഈച്ച, പല്ലി, അതുപോലെ ഈ എലി. എലി ഭയങ്കര ശരിക്കും പറഞ്ഞാൽ തട്ടണ്ട. എലി ഈ പറഞ്ഞ പോലെ പല്ലിയെ തട്ടണ്ടതാ, കാര്യം ഫുഡിനകത്ത് ഇവൻ കയറുമല്ലോ. എലി നിലവിൽ ഒരുപാട് ഈ കോൺക്രീറ്റ് ഒക്കെ വീടുകൾ മാറിയതിനു ശേഷം ശല്യം വളരെയധികം കുറവുണ്ട്. മറ്റേ ഓടുക്കാൻ സമയത്ത് ഭയങ്കര നമ്മുടെ ഷീറ്റിട്ട വീടിന്റെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കും, അത്യാവശ്യം ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ. അതിനകത്ത് എലിയുടെ തന്നെ വേറെ ഇല്ല, ചെറിയ സൈസ് എലികളുണ്ട്, അത് ഭയങ്കര പ്രശ്നമാണ്, കുഞ്ഞത്. അതുപോലെ ഈ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ വളർത്തുന്ന വീടുകളിൽ അത്യാവശ്യം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുമ്പോഴേ ഇതിന്റെ വേറൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് നമ്മൾ കാണാത്തൊരു സാധനം, ഇത്തരം ചെറിയ ജീവികളുണ്ടെങ്കിൽ ഇതിനെ പിടിക്കാനായിട്ടാണ് പാമ്പുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിനകത്ത്. എലി, അതുപോലെ തവള ഇപ്പൊ കാണാത്ത തവളയൊക്കെ ഉള്ള മറ്റേ പറക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ആണോ? ഇങ്ങനെ ഒരു ഓളിൽ നിന്ന് പറന്ന് അപ്പുറത്ത് പോകുന്ന സാധനം അല്ല, അതിന് ചിറകുള്ള സാധനങ്ങളുണ്ട്. ചിറകുകളുണ്ട്, അല്ലാതുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സുനീറെ. അല്ല, ചിറകുകളുണ്ട്, ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആറ്റിങ്ങൽ സൈഡ് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ഇതിനെ ഒരെണ്ണത്തിനെ പിടിച്ചിട്ട് നിങ്ങൾ ഇത് ചാവുന്നത് കാണുമ്പോഴാണ് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ അത് കിട്ടുന്നത്. ഒരു ഫോട്ടോ അറ്റ്ലീസ്റ്റ് ഇല്ല, നിലവിൽ സീരിയസ്ലി ഉണ്ട്. ഞങ്ങളവിടെയൊക്കെ ഉള്ളതുകൊണ്ടാ പറയുന്നത്. പറക്കും തോള എന്തില്ലോട്ട്. അപ്പോ പാറ്റ ചത്തു. പാറ്റയെ കൊല്ലുന്ന ഹിറ്റ് ഹൈലി പോയ്സണസ് ആണ്. പിള്ളേരുള്ള വീട്ടിൽ അവരുടെ കയ്യിലൊന്നും ഇത് കൊടുക്കല്, അവരെടുക്കുന്ന രീതിയിൽ വെക്കല്. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ഹിറ്റ് അല്ലാതെ പറഞ്ഞാലും പറയാനുണ്ടോ? ഹിറ്റിനല്ല മോർട്ടൻ എന്ന് പറയരുത്. ഇത് രണ്ടും ഒരു സാധനം, 2 കുപ്പിയിലാക്കുന്നേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ പാറ്റയെ തട്ടുന്നത് പറയാനായിട്ട്? ഇല്ല, പിന്നെ പാറ്റ ഗുളിക നമ്മുടെ നാഫ്തലിൻ ജോക്കില്ലായിരുന്നോ? ലക്ഷ്മണരേഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല ഗുണമുള്ള ഐറ്റം. അത് അവിടെ എത്തുമ്പോൾ ചാടിയേക്ക് പോകും. എന്ത് പറക്കുന്ന സാധനത്തിന് എങ്ങനെ ലക്ഷ്മണരേഖ വരച്ച് ആൾക്കാർ ബ്ലോക്ക് ചെയ്യുമെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ അടുത്തതേതാ പാറ്റ? ഈ എന്ത് സാധനം ഇതിനെതിരെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ആയിക്കോട്ടെ, ആൾക്കാർ ഇത് കാണും, ഇത് ചെയ്തു നോക്കും. കാര്യം ഇത് അത്രയും നിത്യജീവിതത്തിൽ ശല്യമാണ് ഈ സാധനം. എന്നാൽ ഇതിനേക്കാളും ശല്യമുള്ള ഒരു കാര്യം പറയട്ടെ, ഉറുമ്പ്. ഉറുമ്പിനെ ഒഴിവാക്കാൻ കുറെ പരിപാടികളുണ്ട്. ഉണ്ട്. അതിൽ ഏറ്റവും പ്രശ്നം ഒത്തിരി കെമിക്കൽസ് ഇഷ്ടം പോലെ. അത് ഓർഗാനിക്കും ഓർഗാനിക്കും ഉണ്ട്. ആമസോണില് കെമിക്കൽ ഇല്ലാതെ പറഞ്ഞ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷെ അത് കൊള്ളാം, അത്യാവശ്യം. ചുവന്നിരിക്കുന്ന ഉറുമ്പുണ്ടല്ലോ, അതിന് ഒരു സാധനം ആമസോണിൽ കിട്ടും. അത് വെള്ളത്തിൽ ഇട്ടിട്ട് സ്പ്രേ ചെയ്താൽ മതി. അത് പിന്നെ ആ ഏരിയ കാണത്തില്ല. ആണല്ലേ? വേറെ നമുക്ക് എനിക്ക് മുമ്പ് ഒരു മെഷീൻ തന്നിട്ടുണ്ടായിരുന്നു കൊതുകിനെ പിടിക്കുന്ന. പക്ഷെ അതിനകത്ത് ഈച്ചയെ കയറും. അപ്പൊ ഈച്ചയ്ക്ക് മറ്റൊരു പ്രതിവിധിയും കൂടിയായി. പക്ഷേ ഇതേ ശരിക്കും ആ സാധനം നമ്മുടെ IIT അവർ ചെയ്തിട്ടുള്ള, അതായത് മനുഷ്യന്റെ ശരീരത്തിൽ ആ സെല്ലുകളുടെ ഒരു സ്മെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ചെറിയൊരു കെമിക്കലോടൊരു സാധനം അതിനകത്ത് അവർ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അതിൻ്റെ ഇത്. കുറേയൊക്കെ യൂസ്ഫുൾ ആയിരുന്നു അത്. നിങ്ങൾ യൂസ് ചെയ്തോ വീട്ടിലത്?
ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നത്. അതെ. പിന്നെ അല്ലെ കൊതുകിനെ പിടിക്കാൻ വേറൊരു ഐറ്റം ഉണ്ട്. കൊതുകിനെ പിടിക്കാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് മറ്റേ കൊതുക് ബാറ്റ്. ഇപ്പോൾ പൊതുവെ ഈച്ചയ്ക്കും കൊതുകിനൊക്കെ ഉപയോഗിച്ച് ഉണ്ട്. പിന്നെ പണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു വിഷം നമ്മൾ വലിച്ചു കയറ്റിക്കൊണ്ടിരുന്നു. മോർട്ടിൻ്റെ ഒക്കെ കൊതുക് തിരി. ഇതൊന്നും കത്തിച്ച് വെക്കും. ഇത് ശ്വസിക്കുന്നത് മറ്റേ പുകയെടുക്കുന്നതിനേക്കാളും വിഷയമായിരുന്നു ഈ സാധനം. അതിന് മുമ്പ് കൊതുക് വലയായിരുന്നു. കൊതുക് വലയ്ക്കകത്ത് കിടന്നിരുന്ന ഒരു പക്ഷെ കാലഘട്ടം കൊതുകിനെ പോലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡോറൊക്കെ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അകത്തേക്ക് കയറൂല, വീട്ടിനകത്തേക്ക്. അങ്ങനെ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ കൂടുതൽ ഇപ്പൊ എല്ലാരും ജനലോടൊപ്പം തന്നെ നെറ്റ് ഉണ്ടാക്കും. മൊസ്കിറ്റോ നെറ്റുകളാണ് net യൂസ് replace ചെയ്യുന്നത്. ചെയ്ത് കുറെ ഒഴിവാക്കണം. കൊച്ചിയിലൊക്കെ അതൊരു റെഗുലറാണ് അതെ. മസ്കിറ്റോ നെറ്റ്. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും ഈച്ച സാറ് എവിടെ നിന്നാണെന്നൊരു ഈച്ച പിടുത്തമില്ല. സാർ എനിക്ക് തോന്നുന്ന ഈച്ച സാറും പാറ്റ സാറും എനിക്ക് തോന്നുന്ന അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് ഇവന്മാരുടെ ഓപ്പറേഷൻ എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു വീട്ടിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. എവിടെ നിന്ന് വന്ന് കയറും. എനിക്കാണ് ഇത് ഈച്ച കൊതുക് എന്ന് പറഞ്ഞോണ്ടല്ലോ, നമ്മളിങ്ങനെ ഇരിക്കുക ഇവൻ 2 മൂളക്കം മൂളി നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. 3ാമത്തെ മൂളക്കത്തിന് നമ്മൾ അവനെ പൊട്ടിക്കും. പൊട്ടിച്ച് കഴിയുമ്പോൾ ഇവനെ ചോര തെറിക്കുന്ന ഒരു സാധനമുണ്ട്. ഇവൻ കയ്യിൽ ഇങ്ങനെ ചോര പടർത്തിയിരിക്കും. അത് നമ്മുടെ തന്നെ ചോരയാണെങ്കിൽ ഒരു സന്തോഷം. നമ്മുടെ ചോരയായിരിക്കും. അവൻ അത് തട്ടിയത് 3ാമത്. എന്നാൽ വിശപ്പ് കഴിഞ്ഞാൽ അതൊന്ന് ദഹിക്കുന്നിടം വരുന്നു വിശ്രമിക്കുക. അത് ചെയ്യൂല, ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട്. പക്ഷെ ഈച്ച ഈവൻ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ വേറൊരു വസ്തു ഇറിറ്റേറ്റ് ചെയ്യത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവൻ ഇങ്ങനെ വന്നിരിക്കുന്നിട്ട് ഇങ്ങനെ കാലി കൊണ്ട് ഇങ്ങനെ നമുക്ക് കലി കൊണ്ട് ആ മുഖം ഇടിച്ച് പൊളിച്ചാലോ എന്ന് വരെ നമുക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെയാണ് ഇവനെ തീർക്കണം എന്ന് ഞാൻ തീരുമാനിക്കാനായിട്ടുള്ള എൻ്റെ തീരുമാനം എടുക്കാനായിട്ടുള്ള റീസൺ അതാണ്. ഇവൻ എന്നെ കടിച്ചിട്ടൊന്നുമില്ല സത്യത്തിൽ. കൊതുക് കൂത്തിയിട്ടുണ്ടെന്ന് കരുതിക്കോ. ഈച്ച കടിക്കത്തില്ലല്ലോ, കടിക്കത്തില്ല. അപ്പോൾ ഇനി ബാക്കി എനിക്ക് തോന്നുന്നു വിജയകുമാർ വളാത്തൂരിയേട്ടൻ്റെ കയ്യിലാണ് എല്ലാം. ക്ഷുദ്രജീവികൾ ഇനി വേറെ എന്തെങ്കിലും ക്ഷുദ്രജീവികൾ നമ്മൾ വിട്ടുപോയോ എന്തെങ്കിലും? കൊതുക്, പാറ്റ, ഈച്ച, പല്ലി ഭയങ്കര പ്രശ്നമാണ്. പല്ലി വിഷയമാണ്. പല്ലിയെ പണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, എനിക്കത് സത്യമാണോ ഇല്ലോ എന്ന് ഞാൻ ചെയ്തിട്ടില്ല. മയിൽപ്പീലി വെച്ചാൽ പല്ലി വരത്തില്ലെന്ന് പറഞ്ഞു. അതെന്നാ അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാര്യം പല്ലി ഒറ്റ കളറാണല്ലോ, അത് ഒത്തിരി കളറുണ്ട്, നാണിച്ച് തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ ശരിക്കും എവിടെ ആയിരിക്കത്തില്ല. അപ്പൊ മയിൽപ്പീലി വെച്ചാൽ ഒരു മയിൽ സംഭവിക്കത്തില്ല നമ്മൾ പറയേണ്ടി വരുമല്ലോ. ഇല്ല, ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ വീടിനകത്തെ കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്. ഞാൻ ഫേസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള എനിക്ക് ഇതുണ്ട്, കുറച്ച് ടാങ്ക്സ് ഉണ്ട്. അതിനകത്ത് ഈ ഗപ്പി പോലുള്ള ഫിഷുകളെ വളർത്തുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ബുദ്ധിമുട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ തവള. അതിനകത്ത് കയറുമോ ഇത്? എടോ ഈ സാധനം നമുക്ക് ഇതിനെ പിടിക്കാനും കിട്ടത്തില്ല. ഇത് നിങ്ങൾ നേരത്തെ പാറ്റ മലന്ന് കിടക്കും എന്ന് പറയുന്ന കണക്ക് ഇതെനിക്ക് ശരിക്കും പറഞ്ഞ ശ്രീനിവാസൻ എടോ ഈ നമ്മൾ വളർത്തുന്ന ഈ ഫിഷിനെ മൊത്തം ഇവൻ തിന്നും. ഇത് കഴിക്കുകയും ചെയ്യും. പിന്നല്ലാണ്ട് കിട്ടില്ല ഫുഡല്ലേ 3 നേരം. എന്നിട്ട് ഇതിങ്ങനെ നമ്മളെ ഞാൻ വിചാരിച്ചു കാണുന്നില്ല, തവളയെ വളർത്തുക പൊരിച്ചടിക്കുക. അല്ല, ഇതിനെ ഞാൻ കുറെ നോക്കിട്ടോ. അതിനെ ഒഴിവാക്കുക. ആരെങ്കിലും ഈ പറയുന്ന ഇത്തരം ടാങ്കുകളിൽ തവള വലയിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അടയ്ക്കരുത്. അല്ലാണ്ട് ഇത് ആയിപ്പോ അതിനെ എങ്ങനെ പിടിക്കാം? അതിനകത്ത് ഇതിന്റെ കുഞ്ഞുങ്ങളാ, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാ വിരിഞ്ഞിറങ്ങുന്നത്. തിന്നാൻ പറ്റുന്നതാണ് പിടിച്ചിട്ട് പൊരിച്ചടിക്കുക. ഇതിനെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഇതിനെ തന്നെ പിടിച്ചിട്ട് മറ്റേ തോടല്ല മീനുകൾക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. വലിയ മീനുകൾക്കുണ്ടല്ലോ ഇപ്പൊ ഗൗരയൊക്കെ, അതിങ്ങനെ കഴിക്കും. ഈ കണ്ടത്തിലെ കാണുന്ന നമ്മളിവിടെ കോമൺലി കാണുന്ന ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചൊറിത്തവള അല്ലാത്ത ബാക്കി കഴിക്കാൻ പറ്റുന്ന സാധനമുണ്ട്. ഇത് മറ്റേ ചൊറിത്തവളയല്ല. ചൊറിത്തവള അങ്ങനെ വെള്ളത്തിൽ കിടക്കത്തില്ലല്ലോ. അപ്പൊ കീച്ച അതൊന്നും ഇല്ല, ഫ്രൈ ചെയ്തടിക്കാം. സംഭവം ഒരു വല്ലാത്തൊരു എപ്പിസോഡാണ്. എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. പക്ഷെ ഇത് നമ്മുടെ ഇപ്പോൾ ഉള്ള ദൈനംദിന ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം പറഞ്ഞാണ്. നമ്മളതിനകത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം വന്നപ്പോഴേ പറയുന്ന സാധനം ക്ഷുദ്രജീവികൾ കീച്ചുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ 2 കാര്യങ്ങൾ പറയണം. ഒന്ന്, പാറ്റ മലർന്ന് കിടന്നാണ് ഉറങ്ങുന്നതെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? അതുണ്ടെങ്കിലൊന്ന് പറയുക. ആ ഉറങ്ങുന്ന സമയത്ത് ഇവൻ്റെ കൊണ്ട് ഹിറ്റടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേറെ ഒരിക്കലും കിട്ടത്തില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. വീട്ടിൽ കണ്ണൻ ഇതുപോലെ പിടിച്ച് കുപ്പിയിലിട്ട് അടച്ചു വെക്കും. ഓ, അപ്പൊ ഞാൻ വെള്ളി മെഡൽ നേടണം, അവൻ സ്വർണ്ണം എടുത്തു. ഈ കണ്ണനാരെന്ന് വെച്ചാൽ കണ്ണൻ ഇയാളുടെ മകനാണ്. ഇനി അവനെ വിളിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ലീലാവിലാസങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയും. അടച്ചു വെച്ച് തന്നെ എടുക്കും ഇത്. അവരതാണ് ഹോബി. ഓ, ഇതാണ് പറന്നു വരുന്ന നമുക്കൊരു കലിയും കൂടെ വരും. പിന്നെ ഇവൻ ചാവത്തില്ല, കാര്യം ഇവൻ്റെ ഇരിക്കുന്നത് ബാക്ക് സൈഡിലാണ്. എന്തായാലും പറയുന്നത് എക്സ്ക്രീറ്ററി ഓർഗൻ. എക്സ്ക്രീറ്ററി ഓർഗൻ അല്ല, എക്സ്ക്രീറ്ററി ഓർഗനിലാണ് ഇവൻ്റെ ജീവൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ബയോളജി പഠിച്ചപ്പോൾ എൻ്റെ ലെതർ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ല, ഞങ്ങൾക്ക് മറ്റേ ഇതുണ്ടായിരുന്നു, ഡിസെക്ഷൻ, ഐ മീൻ കീറുക. നിങ്ങൾക്കതില്ലായിരുന്നു?
ഏത് 10ാം ക്ലാസ് വരെ ബയോളജിയിൽ കീറലൊന്നും അല്ല, ഈ +2 കാര്യമാണ് ഓ, പറയാം. അതെ. ഇല്ല, ഞാൻ നമ്മള് ബയോളജി അല്ലായിരുന്നല്ലോ. ഞാൻ ബയോളജി ആയിരുന്നു. ഇതിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആ സാധനം ഉണ്ടായിരുന്നു പരിപാടി. കെട്ട പരിപാടി. അത് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഡിഗ്രിക്ക് ചെന്നപ്പോൾ അവിടെ അത് പാറ്റ ഇല്ലെന്ന് പറഞ്ഞു, പകരം തവളയായിരുന്നു. സീരിയസ് ആയിട്ട് ഈ നാപ്തലിനകത്ത് ഇട്ടിട്ട് ബോധം കെടുത്തിട്ട് ഇവൻ തട്ടിയിട്ടല്ലോ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഓർഗൻ ഇരിക്കുന്ന ബാക്ക് സൈഡിലാണ്. സോ നമ്മൾ അടിക്കുന്ന തലയ്ക്കടിച്ചെന്ന് പറഞ്ഞു, ഒരാഴ്ച വരെ ഇവൻ തലയില്ലാതെ ജീവിക്കും എന്നാണ് പാറ്റയുടെ പ്രത്യേകത കേട്ടോ. നോട്ട് എ പോയിന്റ്. അതറിയത്തില്ല. അണ്ണ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് കൊല്ലുന്നത്. എന്തോ എവിടെയോ എന്തോ തകരാറ് പോലെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും ഷെയറും ചെയ്യണം, കമന്റുകൾ ഇതിന് ചറവറ താഴെ വന്നിരിക്കണം. ഓക്കെ ഓക്കെ, വി ആർ സൈനിങ് ഓഫ്. ആർക്കും വേട്ടോ ക്ഷമ ചോദിക്കുന്നു.